BMH കൺവെൻഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MP മുരളിയാണ്. NCPയിൽ മന്ത്രിമാറ്റം എന്നത് പാർട്ടി എടുത്ത തീരുമാനം തന്നെയായിരുന്നുവെന്ന് MP മുരളി വെളിപ്പെടുത്തുകയാണ്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ 2 MLA-മാരുള്ള NCPക്ക് തുല്യ ടേം, ആദ്യത്തെ ടേം ശശീന്ദ്രനും രണ്ടാമത്തെ ടേം തോമസ് കെ തോമസിനും കുട്ടനാട് MLA കൊടുക്കാമെന്ന ധാരണയുണ്ടായിരുന്നു. ശരത് പവാർ, പ്രഫുൽ പട്ടേൽ, പീതാംബരം മാസ്റ്റർ, PC ചാക്കോ, ശശീന്ദ്രൻ, തോമസ് ഇത്രയും ആളുകൾ കൂടി ഉണ്ടാക്കിയ ധാരണയായിരുന്നു 2.5 വർഷം കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം മാറുമെന്നത്. തോമസ് കെ തോമസ് 100-200 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 2 MLA-മാരെ കൂടി കൂട്ടി UDF പക്ഷത്തേക്ക് പോകാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു പ്രചരണം നടത്തി. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. 20,000 രൂപ പോലും എടുക്കുവാൻ തോമസ് കെ തോമസിൻ്റെ കയ്യിലില്ല. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. NCP ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി MP മുരളി നൽകുന്നുണ്ട്. ഏറെ പ്രയാസപ്പെട്ടാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത് എന്നുകൂടി അദ്ദേഹം തുറന്നു പറയുന്നു. NCP ഈ രീതിയിൽ തമ്മിലടിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ മറിച്ചൊരു തീരുമാനം എടുത്താൽ തെറ്റു പറയാൻ പറ്റും. ഞാൻ പരസ്യമായി കഴിഞ്ഞ യോഗത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും മറ്റു നേതാക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചു. ഞാൻ മാത്രമല്ല, കേരളത്തിലെ NCPയിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും പാർട്ടിയുടെ ഈ പോക്കിൽ ദുഃഖത്തോടെയാണ്, ദുഃഖത്തോടുകൂടിയാണ് കാണുന്നത്. വലിയ സാമ്പത്തിക പ്രശ്നമാണ്. കാരണം കയ്യിലുള്ള കാശ് ചിലവാക്കി ആണ് ഇതൊക്കെ ചെയ്യേണ്ടത്. 1 രൂപ ഒരു മറ്റൊരു രീതിയിൽ ഭരണകക്ഷിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 1 രൂപ സംസ്ഥാന കമ്മിറ്റി ഇതുവരെ സഹായിച്ചിട്ടുണ്ടാവില്ല. താൽക്കാലിക വെടിനിർത്തലാണ് NCPയിൽ ഉണ്ടായിട്ടുള്ളത്. ആ പാർട്ടിയിൽ എന്തും സംഭവിക്കാം എന്നുള്ള സൂചനകൾ കൂടിയാണ് MP മുരളി ഈ അഭിമുഖത്തിലുടനീളം നൽകിയിട്ടുള്ളത്. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി MP മുരളിയുമായുള്ള BMH കൺവെൻഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.